ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം വാർഷിക മൂല്യനിർണ്ണയം 2023-24 ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്താണ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഉത്തരം എഴുതുക. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. ഓക്കെ, ഒരു മാർക്കിനുള്ളതിന് ഒരുപാട് 5 മാർക്കിൻ്റെ വാരി വലിച്ച് എഴുതാൻ നിൽക്കേണ്ട. ഒരു മാർക്കിനനുസരിച്ച് എഴുതിയാൽ മതി. ഓക്കെ, 1 മുതൽ അപ്പോൾ സമയം എന്താവും നിങ്ങൾക്ക് ലാഭിക്കുക കേട്ടോ. 1 മുതൽ 4 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതമാണ് അല്ലേ. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആദം സ്മിത്ത് അല്ലേ. പിന്നെ ഹരിംഗ രാജവംശത്തിലെ ഭരണാധികാരി ആരാണ്? ബിംബിസാരൻ. ഓക്കെ, അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ഭൂനികുതി ഏതാണ്? ബലി അല്ലേ, അല്ല സോറി ബാഗ അല്ലേ. എന്താണ്? ബാഗയാണ് കേട്ടോ. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഫെബ്രുവരി 2-നാണ് കേട്ടോ. എന്താണ്? ഫെബ്രുവരി 2-ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 5 മുതൽ 7 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. പ്രാചീന മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരണങ്ങളാണ് ഈ ഗുഹാചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്? അവരെന്താണ്? മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, സംഘമായി വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു, അവർ കലാവൈദഗ്ധ്യമുള്ളവരായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കിയേ. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. ചേരന്മാർ മുച്ചിരി, പാണ്ഡ്യന്മാരെന്താണ്? പാണ്ഡ്യന്മാര് മധുരൈ അല്ലേ. പിന്നെന്താ? ചോളന്മാരെന്താ? ഉറയൂർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ചെറിയ തോത് ഭൂപടങ്ങൾ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണെന്ത്? ചെറിയ തോത് ഭൂപടങ്ങൾ. ഉദാഹരണം എന്താണ്? അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം. ഓക്കെ, നെക്സ്റ്റ് 8ാമത്തെ എന്താ നോക്കിയേ. എന്താണ് ചോദ്യം? 8 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം. ശിലകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ ഏതാണ്? ആഗ്നേയ ശിലകളാണ് അല്ലേ. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അവസാദ ശിലയ്ക്ക് ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. നെക്സ്റ്റ് എന്താ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? കായാന്തരിത ശിലകൾ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. സാമൂഹ്യ നിയന്ത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. അപ്പോൾ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് എന്ത്? സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. സാമൂഹ്യ നിയന്ത്രണത്തിന്റെ സവിശേഷത എന്താണ്? ഓരോ സമൂഹത്തിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ രീതികളുണ്ട്. പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹികീകരണത്തിനും ഉചിതമായ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് സമൂഹം രൂപം നൽകുന്നു. പോലീസ്, കോടതി, ജയിൽ, പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങൾ സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായി നിർവഹിക്കുന്നു. സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയരാകാത്തവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയോ അത്തരം പെരുമാറ്റങ്ങൾ ഇല്ലാതാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാനുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും എന്താണ്? സമൂഹത്തിൽ ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ആഗോളതാപനം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. 10ാമത്തേതാണ്. എന്താണ്? ആഗോളതാപനം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നത് എങ്ങനെയാണ്? ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ എന്താണ്? സമുദ്ര ജലനിരപ്പ് ഉയരും, സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ഭക്ഷ്യദൗർലഭ്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആവാസ വ്യവസ്ഥയിലെ പല സസ്യജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴിതെളിക്കും. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തേതാണ് കേട്ടോ. പ്രളയം ഒരു ദുരന്തമായി മാറുന്നതിന് കാരണമാകുന്ന കേരളത്തിലെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തെല്ലാം വെച്ചിരുന്നത്? കേരളത്തിലെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തൊക്കെയാ? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞ കേരളത്തിലെ ഭൂഘടന, കുന്നുകളും ചെങ്കുത്തായ മലനിരകളും, വൻതോതിൽ നെൽപ്പാടങ്ങളും മറ്റ് ആവശ്യങ്ങൾക്കായി മണ്ണിട്ട് നികത്തിയത്, വ്യാപകമായി കുന്നിടിക്കൽ, പാറ പൊട്ടിക്കൽ, നദികളിലെ മണലൂറ്റ്, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഇടപെടലുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 12th സാമൂഹ്യ സംഘം എന്ന നിലയിൽ കുടുംബത്തിൻ്റെ സവിശേഷതകൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സവിശേഷത? ചെറിയ സംഘം പരിചിതരായിരിക്കും, ഉയർന്ന സംഘബോധം ഉണ്ടായിരിക്കും, പൊതുവായ ചില പ്രവർത്തന രീതി ഉണ്ടാവും, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 2 ഉത്തരം എഴുതുക കേട്ടോ. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. അപ്പോൾ നന്നായി എഴുതുക. ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണത്തിന് സഹായമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണത്തിന് സഹായമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാണ്? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടു വളർത്തുക,
ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഹരിത വിപ്ലവം അല്ലേ. ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ കാർഷിക മേഖലയിലുണ്ടായ നേട്ടങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം? രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷവും ഇന്ത്യയുടെ ഭക്ഷ്യ ദൗർലഭ്യം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. 1960 മുതൽ 1970 വരെയുള്ള ഒന്നാം ഘട്ടത്തിലും 1970 മുതൽ 1980 വരെയുള്ള രണ്ടാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്ത് ഈ മാറ്റം ഹരിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണെന്ത്? ഈ ഹരിത വിപ്ലവം. അതിൻ്റെ നേട്ടങ്ങൾ എന്താ? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപ്പാദനത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് 15ാമത്തെ ദിവസം നോക്കുക. എ കോളം ബി കോളം ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങൾ ഏതാണ്? തണ്ണീർത്തടങ്ങൾ അല്ലേ. പിന്നെന്താണ്? ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പ് എന്താ? ജലപീഠം. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലം ഭൂഗർഭജലം. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽക്കിണറുകൾ അരിപ്പക്കിണറുകൾ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഉത്തരം എഴുതുക കേട്ടോ. ഓരോന്നിനും 5 സ്കോർ വീതമാണ്. 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിൻ്റെ ആഘാതങ്ങളെ സംബന്ധിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയ ജലസംഭരണികളുടെ പ്രളയമുണ്ടാക്കിയ ആഘാതങ്ങൾ അല്ലേ. ജലസംഭരണികളുടെ ക്രമീകരണം 2018 ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് 19 വരെ 2018 ഓഗസ്റ്റ് മുതൽ 2019 വരെയുള്ള പെയ്ത മഴയെ തുടർന്ന് പെയ്ത മഴയെ തുടർന്ന് ജലസംഭരണികളിലേക്ക് ഉണ്ടായ നീരൊഴുക്ക് സംഭരണികൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു അല്ലേ. ഈ ജലത്തെ ക്രമീകരിക്കുന്നതിനായി 37 അണക്കെട്ടുകളും തുറക്കേണ്ടി വന്നു. ഇടുക്കി അണക്കെട്ടിന് 5 ഷട്ടറുകളും 26 വർഷത്തിന് ശേഷം തുറക്കേണ്ടി വന്നു. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞാണ് കേരളത്തിൻ്റെ ഭൂഘടന. ഇടുക്കി, വയനാട് ജില്ലകളിൽ പെയ്ത മഴ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇടയാക്കി. ആകെ 381 ഉരുൾപൊട്ടലുണ്ടായി. പിന്നെ കാർഷിക മേഖലയിൽ 10.80 ലക്ഷം കർഷകരെ പ്രത്യക്ഷമായി ബാധിച്ചു. പിന്നെ 2,36,650 ഹെക്ടർ പ്രദേശത്തെ കൃഷി നശിച്ചു. പിന്നെന്താണ്? 51,194 ഹെക്ടർ കൃഷിഭൂമിയിൽ മാലിന്യങ്ങളും പ്രളയത്തിൽ ഒഴുകി വന്ന വസ്തുക്കളും അടിഞ്ഞുകൂടി. ഇനി വളർത്തുമൃഗങ്ങളാണ് പശു, ആട്, എരുമ, പോത്ത്, കന്നുകുട്ടി, നായ, കോഴി തുടങ്ങിയ എല്ലാത്തരം വളർത്തുമൃഗങ്ങളും മറ്റനേകം ജീവജാലങ്ങളും ചത്തൊടുങ്ങി. ജീവഹാനി 2018 മെയ് 29 മുതൽ 2019 ജനുവരി 30 വരെ 513 പേർക്ക് ജീവഹാനി സംഭവിച്ചു. അതിൽ 28 പേരും മുങ്ങിമരണം വഴി, 152 പേർ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലിൽ പെട്ടും 153 പേര് മറ്റു വിധേനയാണ് ജീവഹാനി സംഭവിച്ചിരിക്കുന്നത് അല്ലേ. ദെൻ അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം വെച്ചിരിക്കുന്നത്? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് ട്രോപ്പോസ്ഫിയറിൻ്റെ സവിശേഷതകൾ വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഉയരം 13 കിലോമീറ്റർ വരെ. മധ്യരേഖ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇതൊക്കെയാണ്. പിന്നെ മധ്യരേഖ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ കൂടുതൽ ഉയരമുണ്ട്, ഏകദേശം 18 കിലോമീറ്റർ വരെ. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിന് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. മേഘ രൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ സംഭവിക്കുന്നു. പിന്നെ സംക്രമണ മേഖല ട്രോപ്പോസ് അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ചാപ്റ്റേഴ്സൊക്കെ നന്നായി വായിച്ച് പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, താങ്ക് യു.